ആ മണിച്ചേട്ടാ ഇരിക്കും മണിച്ചേട്ടാ. എടാ ഞാൻ ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത മാനസികവസ്ഥയല്ലേ രാജു? അയ്യോ എന്നാ വേഗം വിട്ടു. അതല്ലടാ ഞാൻ പറയുന്നത് നീ സീരിയസ് ആയിട്ടൊന്ന് കേക്ക്. എന്നാ മണിച്ചേട്ടാ പറ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 5000 രൂപ വേണം. എന്റെ പൊന്നും മണിച്ചേട്ടാ, ഒരു രക്ഷയില്ലായിരിക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്തൊക്കെ ചോദിക്കല്ലേ. താങ്ക്സ്. ആ ചന്ദ്രനിൽ ലഭിച്ച നാഗപ്പനല്ലേ? ഞാൻ സീരിയൽ കാണാറുണ്ട്. എനിക്ക് ചേട്ടൻ്റെ അഭിനയം നല്ല ഇഷ്ടമാണ്. ഒരു സെൽഫി എടുത്തോട്ടെ? ആയിക്കോട്ടെ, വാ. Rainbow FM 107.5 Musically yours. छूकर मेरे मन को किया तूने क्या इशारा बदला. എടാ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് രാജു. എൻ്റെ കുടുംബം പെരുവഴിയില്ല. ഹൗസ് ഓണർ സാധനങ്ങളൊക്കെ വാരി പുറത്തിട്ട് വീടും പൂട്ടി താക്കോലും കൊണ്ടുപോയി. അമ്മയും ഭാര്യയും മക്കളും വീടിന് പുറത്ത് നിൽക്കുകടാ. 5000 രൂപ കൊടുത്താലേ അയാൾ താക്കോല് തിരിച്ചു തരൂ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 3-4 മാസമായി വാടക കൊടുത്തിട്ട്. നിനക്കറിയാലടാ താജു, വർക്കില്ലടാ. താജു, പണയം വെക്കാൻ പോലും എൻ്റെ കയ്യിലൊന്നുമില്ലടാ. ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനും ഉണ്ട്. നല്ല നാടക നടനുള്ള സംസ്ഥാന അവാർഡ് മേടിച്ച് എനിക്ക് 15000 രൂപ അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന ഫംഗ്ഷൻ വെച്ച് എനിക്ക് കിട്ടൂടാ. അപ്പം തന്നെ ഞാൻ നിന്നെ കടം വീട്ടിക്കോളാം. ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 5000 രൂപ നീ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചാടാ. എൻ്റെ ഗതികേടോണ്ടാടാ. എന്റെ മണിച്ചേട്ടാ, പൈസ ഇല്ല, ബിസിനസ് ഡള്ളാണ്. ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കല്ലേ. മണിച്ചേട്ടല്ലേ, സെൽഫി എടുത്തോട്ടെ? ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓ അമ്മയുണ്ടോ? ഞാനും ഭാര്യയും മക്കളും മാത്രമായിരുന്നെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കായിരുന്നു. വലിയ കോലോത്ത അന്തർജന. മകനൊരു കലാകാരനായി പോയതുകൊണ്ട് അവർക്ക് ഈ ഗതി വന്നത്. അല്ലെങ്കിൽ ഞാൻ വല്ല ആത്മഹത്യ ചെയ്തേനെ. അങ്കിള് ഒരു സെൽഫി എടുത്തോട്ടെ? കുറച്ച് കൂട്ടുകാരും കൂടെ ഉണ്ട്. അമ്മ തലകറങ്ങി വീണു. വേഗം വാ, എനിക്ക് വയ്യ. എടി ഞാൻ വരുന്നു. ആ ഓക്കെ, ഞാൻ വരാം. ഞാൻ വന്നുകൊണ്ടിരിക്കുക. ആ